ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദിനിയേട്ടയും വിനയേട്ടനും ഇരുന്ന് കേക്ക് കഴിക്കാം കേട്ടോ. നല്ല സ്വാദുണ്ടല്ലേ. അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ടേ. ആ കാക്കയുടെ വിശപ്പും മാറി, പശുവിൻ്റെ കടിയും മാറി. നമ്മൾ കേക്ക് മേടിച്ചതുമില്ല, എന്നാൽ നമുക്കതിൻ്റെ പേരും കിട്ടി. നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരുന്നോ? അവൾ മനഃപൂർവ്വം നമ്മളെ പിടിച്ച് മുന്നിലിട്ടതാണ് എൻ്റെ മനുഷ്യ. കേക്ക് മേടിച്ചത് നമ്മളല്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങളത് കയറി സമ്മതിച്ചത്. എടി, ചുളുവിലൊരു അവസരം കിട്ടിയപ്പോൾ ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ അത് വിശ്വസിച്ചോ? അത് അവസാന സമയമായപ്പോഴത്തേക്കിനും വിക്രം ആ ഗിഫ്റ്റുമായിട്ട് വന്നുകൊണ്ടല്ലേ. അതായിരുന്നു അവളുടെ ലക്ഷ്യം. നമ്മൾ കേക്ക് മേടിച്ചതുപോലെ വിശ്വേട്ടൻ ഡ്രസ്സ് കൊടുത്തതും അവളുടെ കാശ് കൊണ്ട് തന്നെയായിരിക്കും. അവളെന്തിനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ വിനയം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി പറയുകയാണ്, അതാണ് മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അവരുടെ മക്കളെല്ലാവരും നല്ല രീതിയിലാണെന്നുള്ള ഇത് വരുമ്പോൾ നമ്മുടെ വിക്രത്തിനെ കൂടെ നല്ലവനാണെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ കഷ്ടപ്പെട്ട് ചാക്ക് ചുമന്നുണ്ടായ പൈസ കൊണ്ട് കിട്ടിയിട്ടാണ് അത് മേടിച്ചതെന്ന് പറയുന്നതിന് മുന്നേ അച്ഛൻ വിട്ട്. അതാണ് സന്തോഷം. അപ്പോഴത്തേക്കിനും വിനയം പറയുന്നുണ്ട്, അതൊക്കെ അമ്മ എപ്പോഴും ചെന്ന് പറഞ്ഞു കാണും. ഒരു കാര്യമുണ്ട് നന്ദിനി, വേദ ഈ കുടുംബത്തെ തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല, എല്ലാവരെയും കൂടി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. അതെ, നിങ്ങൾക്കിപ്പോൾ അവളാണല്ലോ മാലാക എന്ന് നന്ദിനി കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ വിനയൻ്റെ കൈ പിടിച്ച് പറയുന്നുണ്ടേ. എന്തു പറഞ്ഞാലും ശരി, അവൾ ഈ കുടുംബത്തിലെ മരുമകളായാൽ പിന്നെ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം പുറത്താ. ജീവനോടെ എടുത്ത് കിണറ്റിലിടാനും മടിക്കത്തില്ല എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് തന്നെയല്ല, ഇപ്പോൾ വിശ്വേട്ടനും ശ്രീചേട്ടത്തിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അവളിനെ ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണുമ്പോൾ വെട്ടുപോത്ത് പോലെ നിൽക്കുന്ന സാധനം ആ ചെക്കൻ ഇപ്പോൾ ചെറിയൊരു ഇടറക്കം ഉള്ളത് പോലെ എനിക്കൊരു തോന്നൽ. അതുകൂടാതെ നിങ്ങളും കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തിളകും. അയ്യോ, നിനക്ക് ഭ്രാന്തിളകുന്നതിനെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നില്ല, ഇനി അവളെപ്പറ്റി പറയുന്നേ ഇല്ല എന്നിങ്ങനെ വിനയം പറയുവാണ്. ഇനി നമ്മൾ കെട്ടാൻ പോകുന്ന വീടിനെ പറ്റി പറയാം. അതാകുമ്പോൾ നല്ല രസമായിരിക്കും. KP കുറിയിൽ ഇനി ഒരടവും കൂടെ ഉള്ളൂ. അതിനുള്ള 20,000 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിനയനും പറയുന്നുണ്ടേ. അവസാന നറുക്കൂടെ കഴിഞ്ഞാൽ രൂപ 6 ലക്ഷമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നിങ്ങനെ നന്ദിനി പറഞ്ഞ് ചിരിക്കുവാണ്. കമ്പനിയുടെ കമ്മീഷൻ കിഴിച്ച് ബാക്കി 5.25 ലക്ഷം നമ്മുടെ കയ്യിൽ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനയൻ നമ്മുടെ നന്ദിനിയുടെ കയ്യിലുള്ള കേക്കെല്ലാം തൂത്ത് മാറ്റുവാണേ. നമ്മൾ കണ്ടുവച്ച ആ സ്ഥലം മേടിക്കാനായിട്ട് കയ്യിലുള്ളത് കൂടാതെ ഇനി ഏറ്റവും കൂടുതൽ ഇനി എത്ര കൂടെ വേണമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, കയ്യിലുള്ളത് കൂടാതെ ഒരു 6 ലക്ഷം രൂപയും കൂടെ വേണ്ടി വരും. അത് വേണ്ട, അത് നമ്മുടെ വീട് പണിയുടെ അവസാന സമയത്തേക്ക് ഞാൻ ഉന്നം വെച്ചിരിക്കുക. അയ്യടാ, അപ്പോൾ അതിൽ ഉന്നം വെച്ചിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുവേ. എടി, ലോകത്തെ ഏത് ഭർത്താവാണ് ഭാര്യയുടെ സ്വർണ്ണത്തിൽ കണ്ണ് വെക്കാതെ